ചീഫ് മാർഷൽ ഇൻചാർജ് മൊയ്തീൻ ഹുസൈനെതിരെ നിയമസഭാ സെക്രട്ടറിക്ക് പരാതി നൽകുകയും വിവരാവകാശം പ്രകാരം മറുപടി തേടുകയും ചെയ്ത സർജൻ അസിസ്റ്റന്റിന് സ്ഥലമാറ്റം. മൊയ്തീൻ ഹുസൈന്റെ ഓഫീസിനകത്ത് നടന്ന അഴിമതിയും ഹാജർ ക്രമക്കേടും പുറത്തുകൊണ്ടുവരാൻ ശ്രമിച്ച സാർജന്റ് അസിസ്റ്റന്റ് അജിൻ ആർഎല്ലിനെയാണ് കൊട്ടിയം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയത്. മൊയ്തീൻ ഹുസൈന്റെ ഭാഗത്തുനിന്ന് നിരന്തര മാനസിക പീഡനം നേരിടേണ്ടി വന്നുവെന്ന് അജിൻ ആരോപിച്ചു. സർജന്റ് അസിസ്റ്റന്റ്മാരുടെ വാട്സാപ്പ് കൂട്ടായ്മയിൽ അജിൻ പങ്കുവച്ച കുറിപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. വിവരങ്ങളുമായി അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നു. അരുൺ സോളമൻ, അജിൻ പങ്കുവച്ച കുറിപ്പിൽ നിന്ന് അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച്, ചൂഷണത്തെക്കുറിച്ച്, പരാതി നൽകിയപ്പോൾ കിട്ടിയ മറുപടിയെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങളുണ്ടോ? എന്തൊക്കെയാണ് ഈ സർജന്റ് അസിസ്റ്റന്റിന്റെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്നത്? സുജയ, നിയമസഭ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് സർജന്റ് അസിസ്റ്റന്റ് ആയിട്ടുള്ള അജിൻ ആർഎൽ ഇപ്പോൾ ഈ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. നിരവധി തവണ ഈ ചീഫ് മാർഷൽ മൊയ്തീൻ ഹുസൈനെതിരെയും അദ്ദേഹത്തിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിയമസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതികൾക്ക് അപ്പുറം അദ്ദേഹം വിവരാവകാശവും നൽകിയിരുന്നു. സ്വന്തം പേരിലും അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിലൊക്കെ വിവരാവകാശം നൽകി എന്നുള്ളതാണ് ഇപ്പോൾ അജിൻ ആർഎല്ലിന്റെ കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ കുറിപ്പുകൾക്കൊക്കെ അപ്പുറം ഇപ്പോൾ വ്യക്തമാകുന്നത് ഇദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള ഒരു ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായും മൊയ്തീൻ ഹുസൈന്റെ ഈ ഓഫീസിനകത്ത് ചില വ്യക്തികൾക്ക് മാത്രം മുൻഗണന നൽകുകയും അവരെ മാത്രം അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം പല നടപടികൾ എടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ അദ്ദേഹത്തിനൊപ്പം സഹകരിക്കാത്ത പല ഉദ്യോഗസ്ഥരെയും പല ഘട്ടങ്ങളിലായിട്ട് സ്ഥലം മാറ്റം ചെയ്തിരുന്നു. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് അജിൻ ആർഎൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത കൂടിയുണ്ട് സുജയ. ഇതിൽ വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥയായിട്ടുള്ള അഞ്ജലി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥ ഈ നിയമസഭയുടെ ഓഫീസിനകത്ത്, ഈ ചീഫ് മാർഷൽ മൊയ്തീൻ്റെ ഓഫീസിനകത്ത് ഫിറ്റ്സ് വന്നിട്ട് തലകറങ്ങി വീഴുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. അത് വാർത്തയാക്കിയതും നമ്മൾ തന്നെയാണ്. ആ വാർത്തയ്ക്ക് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ ചീഫ് മാർഷലിനെതിരെ പരാതി നൽകിയിരുന്നു. അഞ്ജലിയുടെ ഭർത്താവ് ജിതീഷാണ് ആ പരാതി നൽകിയത്. അതിൽ നിയമസഭാ സെക്രട്ടറിക്കും സ്പീക്കർ എൻ ഷംസീറിനുമാണ് പരാതി നൽകിയത്. അതിൽ ഇതുവരെയും ഒരു നടപടിയും എടുത്തിരുന്നില്ല എന്നുള്ളതാണ് കുടുംബം പ്രധാനമായും ഉന്നയിച്ചത്. ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് നിയമസഭ ഈ സ്പീക്കറിനെ കണ്ടപ്പോൾ തന്നെ, കുടുംബം കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഉടനെ തന്നെ നടപടിയെടുക്കും, അന്വേഷണം നടത്തും. ഇതിൽ പ്രധാനപ്പെട്ട ആരോപണം, കുടുംബം ഉന്നയിച്ച ആരോപണത്തിന് ഒടുവിൽ ഈ ഓഫീസിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട റൈറ്ററായിരുന്ന റുക്സാന, അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള മനോജ്, അതുപോലെ തന്നെ നിതിൻ സാരംഗ്, ഈ 3 ഉദ്യോഗസ്ഥർക്കെതിരെയും ഇപ്പോൾ നിയമസഭ നടപടി എടുത്തു എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഈ നടപടികൾക്കൊടുവിൽ അവിടുത്തെ റൈറ്ററായിരുന്ന റുക്സാനയെ മഫ്തി ഡ്യൂട്ടിയിലേക്ക് മാറ്റിയിരുന്നു എന്നുള്ളതാണ്. ഇതിനുശേഷം ഈ മനോജിനെയും നിതിനെയും നോർമൽ ഡ്യൂട്ടിയിലേക്കും മാറ്റി. ഇങ്ങനെ ഈ 3 ഉദ്യോഗസ്ഥരെയും മറ്റ് ഡ്യൂട്ടികളിലേക്ക് മാറ്റിയതിനൊടുവിലും മൊയ്തീൻ ഹുസൈനെതിരെ സ്പീക്കറിന് നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥനാണ്, ഈ അജിൻ ആർഎല്ലാണ് നിരവധി തവണ ഈ മൊയ്തീനെതിരെ പരസ്യമായി ആക്ഷേപം നടത്തുകയും അഞ്ജലിയുടെ വാർത്ത മാധ്യമങ്ങൾക്ക് നൽകിയത് അജിൻ ആർഎൽ എന്നുള്ളത് ആരോപണം സ്പീക്കറിന് മുന്നിൽ മൊയ്തീൻ ഹുസൈൻ പറയുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ അജിനെ കൊട്ടിയം പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ഈ ട്രാൻസ്ഫറിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു മെമ്മോ കാണിക്കുകയോ കാരണം കാണിക്കാനോ ഒന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു ട്രാൻസ്ഫർ മാത്രം, കേവലം ഒരു ട്രാൻസ്ഫർ നൽകുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ഫർ എന്നുള്ളതോ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആണെന്നുള്ളതോ വ്യക്തമാക്കിയിട്ടില്ല. അതിന് പിന്നാലെയാണ് അജിൻ ആർഎൽ ഇപ്പോൾ നിയമസഭയിലെ 86 പേരടങ്ങുന്ന സർജന്റ് അസിസ്റ്റന്റുമാരുടെ ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു ഈ പരാമർശം നടത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, അഴിമതി രഹിത ഭരണമാണ്. അത്തരത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ വിവരാവകാശം നൽകിയത്. ഇതിൽ ഡേ ഓഫ് അലവൻസ് അടക്കം കൈപ്പറ്റിയിരിക്കുന്നു റുക്സാന, ഈ മനോജ്, അതുപോലെ തന്നെ നിതിൻ സാരംഗ് അടക്കമുള്ളവർ പലപ്പോഴും ഡ്യൂട്ടിയിൽ വരാതെ, 7 ദിവസം വരുന്ന ഡ്യൂട്ടിയിൽ 5 ദിവസം വരികയും ശനിയും ഞായറും ഡ്യൂട്ടിയിൽ വരാതെ ഹാജർ ബുക്കിൽ ഒപ്പുവെക്കുന്നു. ഇതിന് നടപടിയെടുക്കണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം നിയമസഭാ സെക്രട്ടറിക്ക് 2 തവണ പരാതി നൽകി. എന്നിട്ടും നടപടി ഉണ്ടായില്ല. ഇതിൽ നിയമസഭയിൽ ഒരു CCTV ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിചിത്രം. നിയമസഭാ കവാടത്തിനുള്ളിൽ CCTV ഇല്ല. ഇവർ വരുന്നത് പ്രധാനമായും ഈ വാഹനങ്ങൾ നോട്ട് ചെയ്യുന്നത് ഈ സർജന്റ് ഉദ്യോഗസ്ഥരാണ്. ആ രേഖകളിൽ ഈ ദിവസങ്ങളിൽ ഇവരുടെ വാഹനം വന്നതിന് തെളിവില്ല എന്നുള്ളതും കൂടി ഈ കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. അജിൻ ആർഎല്ലിന്റെ കുറിപ്പ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് സുജയ. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്നത് വ്യക്തമാക്കുന്ന വെളിപ്പെടുത്തലുകൾ അജിന്റെ കുറിപ്പിലുണ്ട്.